ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത്. ശബരിമലയിലേക്കുള്ള എൻ്റെ യാത്ര ചുരുക്കമായി അവതരിപ്പിച്ച ശേഷം അയ്യപ്പ സന്നിധിയിൽ കാണുന്ന ഒരു മഹാവാക്യത്തിൻ്റെ വിശകലനത്തോടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. സ്വാമി അയ്യപ്പനുമായുള്ള എൻ്റെ വൈകാരിക ബന്ധം എന്തെന്ന് ചുരുക്കമായി പറയാം. എൻ്റെ ആദ്യ കസിന്, അതായത് എൻ്റെ അമ്മാവൻ്റെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ശബരിമലയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ഗ്രാമമായ എരുമേലിയിൽ പുത്തൻവീട്ടിലാണ്. എരുമേലിയിലാണ് വാവര് പള്ളി സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ പേട്ടതുള്ളലും പ്രസിദ്ധമാണ്. എരുമേലിയിൽ നിന്നും ഏകദേശം 45 കിലോമീറ്റർ അകലെയാണ് ശബരിമല. മഹിഷാസുരനെ ദുർഗാദേവി വധിച്ചതിന് ശേഷം സഹോദരി മഹിഷി പ്രതികാരം ചെയ്യാൻ ശ്രമിച്ചു. വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ഒരു കുട്ടിക്ക് മാത്രമേ തന്നെ ഇല്ലാതാക്കാൻ കഴിയൂ എന്ന ബ്രഹ്മാവിൻ്റെ വരത്തിൽ മഹിഷി കഴിഞ്ഞു വരികയായിരുന്നു. എന്നാൽ ലോകത്തെ മഹിഷിയിൽ നിന്ന് രക്ഷിക്കാൻ വിഷ്ണു മോഹിനിയായി അവതാരമെടുത്ത് ശിവനെ വിവാഹം കഴിച്ചു. ആ ബന്ധത്തിൽ അയ്യപ്പൻ എന്ന ഹരിഹരപുത്രൻ ജനിച്ചുവെന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിനടുത്തുള്ള ശ്രീകോവിലിൽ മാളികപ്പുറത്തമ്മ എന്ന പേരിലാണ് മഹിഷിയെ നാം ആരാധിക്കുന്നത്. ഇനി എരുമേലിയിലേക്ക് തിരിച്ചു വരാം. പുത്തൻവീട്ടുകാരുടെ പൂർവികർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയവരാണ്. പുത്തൻവീട്ടുകാർ ഏതാണ്ട് 1000 വർഷം പഴക്കമുള്ള അവരുടെ കുടിലിലെ ഒരു പൂജാമുറിയിൽ അയ്യപ്പൻ്റെ വാൾ ദിവസവും വിളക്ക് കത്തിച്ച് ആരാധിക്കുന്നു. അതായത് അയ്യപ്പൻ മഹിഷിയെ കൊല്ലാൻ ഉപയോഗിച്ച വാൾ ഈ ചെറിയ പൂജാമുറിയിൽ നമുക്ക് കാണാം. മഹിഷി എന്ന അസുരനെ ഇല്ലാതാക്കിയ ശേഷം 15 വയസ്സുള്ള അയ്യപ്പൻ പുത്തൻ വീട്ടിലൊരു രാത്രി ചെലവഴിക്കുകയും വാൾ അവിടെ വച്ചിട്ട് പോവുകയും ചെയ്തതായിട്ടാണ് പറയപ്പെടുന്നത്. കുറഞ്ഞ തോതിലുള്ള അറ്റകുറ്റപ്പണികളോടെ കുടിലും പൂജാമുറിയും അതിൻ്റെ ചരിത്രപരമായ സമഗ്രത നിലനിർത്തി വരുന്നു. ഇതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച അയ്യപ്പൻ്റെ വാൾ. ആലപ്പുഴയിലെ അയ്യപ്പൻ്റെ കളരിഗുരുവിൻ്റെ തറവാട്ടിലും സമാനമായ ഒരു വാൾ ഉണ്ടെന്ന് പറയുന്നു. ഉദയനനെ പരാജയപ്പെടുത്താനുള്ള ദൗത്യത്തിന് മുമ്പ് അയ്യപ്പൻ ഗുരുവിൻ്റെ അനുഗ്രഹം തേടാൻ അവിടെ പോകുകയും വാൾ അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു അത്രേ. അയ്യപ്പൻ മഹിഷിയുടെ രക്തം പുരണ്ട വാൾ കഴുകിയ രുതിരക്കുളം അഥവാ രക്തക്കുളം നമുക്ക് എരുമേലിയിൽ കാണാം. ഇനി എൻ്റെ ശബരിമല യാത്രയെപ്പറ്റി പറയാം. 18 കുന്നുകൾക്കിടയിലുള്ള 40 അടി ഉയരമുള്ള സ്ഥലത്താണ് സന്നിധാനം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അയ്യപ്പൻ്റെ അനുഗ്രഹം തേടി ഏകദേശം 50 ദശലക്ഷം തീർത്ഥാടകർ കാടുകളും കുന്നുകളും കടന്ന് എത്താറുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ എൻ്റെ പരിക്കേറ്റ കാൽമുട്ടിനെക്കുറിച്ച് ഞാൻ ആശങ്കാകുലയായിരുന്നു. അവിടെ എത്താനുള്ള എൻ്റെ കഴിവിനെക്കുറിച്ച് ഞാൻ വല്ലാതെ സംശയിച്ചു. 41 ദിവസത്തെ വ്രതമനുഷ്ഠിച്ച് സസ്യാഹാരം മാത്രം കഴിച്ച് ശാരീരിക സുഖങ്ങളിൽ നിന്നും കുടുംബ ബന്ധങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ബ്രഹ്മചാരികളായി ജീവിച്ച ശേഷമാണ് ഭക്തർ ശബരിമലയിൽ എത്തുന്നത്. ആത്മീയ ഉയർച്ചയ്ക്കുള്ള ശുദ്ധീകരണത്തിന് 41 ദിവസം ആവശ്യമാണെന്നാണ് ഹിന്ദു വിശ്വാസം. 41 ദിവസത്തെ തപസ് പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ ആജീവനാന്തം സസ്യാഹാരിയായി കഴിഞ്ഞ ഞാൻ ഇക്കുറി നാട്ടിലെത്തിയപ്പോൾ അയ്യപ്പ സന്നിധി സന്ദർശിക്കാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. 18 തവണ ശബരിമല തീർത്ഥാടനം പൂർത്തിയാക്കിയ ഒരു ഗുരുസ്വാമിയാണ് ഭക്തരെ തീർത്ഥാടനത്തിനും ഇരുമുടിക്കെട്ട് തയ്യാറാക്കുന്നതിനും സഹായിക്കുന്നത്. ശബരിമലയിൽ സ്ഥിരമായി പോകുന്ന എൻ്റെ കസിനാണ് ഞങ്ങളുടെ ഇരുമുടി തയ്യാറാക്കിയത്.
ഇരുമുടിയിൽ നെയ്ത്തേങ്ങ, അരി, വിഭൂതി, ചന്ദനപ്പൊടി, കുങ്കുമം എന്നിവയാണ് നിറച്ചത്. സ്വാമി അയ്യപ്പൻ റോഡും അപ്പാച്ചിമേടും കൂടി ചേരുന്ന സ്ഥലമാണ് മരക്കൂട്ടം. മറ്റ് 6 പ്രധാന സ്ഥലങ്ങളായ നീലിമല, ശരംകുത്തി, പേരൂർത്തോട്, കാളകെട്ടി, അഴുത, ഇഞ്ചിപ്പാറക്കോട്ട ഇവയാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള തീർത്ഥാടന പാതയിൽ ഞങ്ങൾ പിന്നിട്ടത്. മലക്കയറ്റം എനിക്ക് കഠിനമായിരുന്നു. എന്നാൽ വെല്ലുവിളിയേക്കാൾ ലക്ഷ്യസ്ഥാനത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഹൈക്കിംഗ് സ്റ്റിക്കിൻ്റെ സഹായത്തോടെയാണെങ്കിലും 3.5 മണിക്കൂർ കൊണ്ട് ഞാൻ സന്നിധാനത്ത് നടന്നു തന്നെ എത്തി. കുത്തനെ കിടക്കുന്ന 18 പടികൾ അഥവാ 18-ാം പടി ക്ഷേത്രത്തിലേക്ക് നയിക്കുന്നു. എവിടെയും ശരണമയ്യപ്പ മാത്രം പ്രതിധ്വനിക്കുന്നു. ഐക്യത്തിൻ്റെ മനസ്സ് നിറഞ്ഞ നിമിഷങ്ങൾ എവിടെയും കാണാം. നെയ്ത്തേങ്ങയെപ്പറ്റി പറഞ്ഞാൽ ഭഗവാൻ അയ്യപ്പന് നെയ്ത്തേങ്ങ അഥവാ നെയ്യ് നിറച്ച തേങ്ങയാണ് പ്രധാന വഴിപാട്. ഇത് ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ലയനത്തെ പ്രതീകപ്പെടുത്തുന്നതായിട്ടാണ് സങ്കല്പം. തേങ്ങ ശരീരത്തെയും നെയ്യ് ആത്മാവിനെയും പ്രതിനിധീകരിക്കുന്നു. ആത്മാവ് ദൈവവുമായുള്ള ഐക്യത്തെ പ്രതീകപ്പെടുത്തുന്നതിനായി ഭക്തർ അയ്യപ്പ വിഗ്രഹത്തിൽ നെയ്യ് അഭിഷേകം ചെയ്യും. ശേഷം ചിരട്ട കത്തിക്കുന്നു. പന്തളം കൊട്ടാരത്തിൽ നിന്ന് തൻ്റെ വളർത്തമ്മയ്ക്ക് കടുവയുടെ പാൽ കൊണ്ടുവരാൻ പോകുമ്പോൾ മണികണ്ഠൻ നെയ്യ് നിറച്ച തേങ്ങയുമായി പോയെന്നാണ് വിശ്വാസം. ഇനി അയ്യപ്പ സന്നിധിയിലെ ഒരു പ്രധാന ആത്മീയ സങ്കല്പത്തെപ്പറ്റി ചുരുക്കമായി പറയാം. ചാന്തോഗ്യ ഉപനിഷത്തിൽ നിന്നുള്ള മഹാവാക്യമായ തത്വമസി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. തത്വമസി എന്നാൽ വളരെ ലളിതമായി പറഞ്ഞാൽ അത് നീ ആകുന്നു എന്നാണ് അർത്ഥം. ആത്മാവ് എന്നത് ബ്രഹ്മം എന്നറിയപ്പെടുന്ന സാർവത്രിക ബോധമത്രേ. മറ്റൊരു വ്യാഖ്യാനം ഇതാണ്: ദൈവികത ബാഹ്യമായ ഒന്നല്ല, മറിച്ച് ജന്മസിദ്ധമായ ഒന്നാണ്. ദൈവത്വം ആന്തരികമാണെങ്കിൽ എന്തിനാണ് ശബരിമല സന്ദർശിക്കുന്നത് എന്ന് ചിലർക്കെങ്കിലും തോന്നാം. വിവിധ വ്യക്തിപരമായ കാരണങ്ങളാൽ ദശലക്ഷക്കണക്കിന് ആളുകൾ വർഷം തോറും സന്നിധാനം സന്ദർശിക്കുന്നു എന്നത് സത്യമാണ്. അവർക്ക് ഒറ്റ വാക്കിൽ നൽകാൻ കഴിയാത്ത പല പല ഉത്തരങ്ങൾ കണ്ടേക്കാം. ഞാൻ വ്യത്യസ്തയല്ല എന്ന് പറയട്ടെ. സ്വാമി ശരണം.